ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു NKL EDITS. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു കിഡിലൻ ഇൻട്രോ, അതായത് നമ്മൾ ആ ഒരു ഗ്ലോ ടെക്സ്റ്റ് പറയാൻ പറ്റില്ല, നമുക്ക് ഇൻട്രോയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ഒരു അനിമേഷനാണ്. അപ്പോൾ പറഞ്ഞാൽ ഞാനിപ്പോൾ അത് ഒരു ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വന്ന് വീഡിയോയിലോട്ട് വരാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു ഫ്രെയിമും കാര്യങ്ങളും ഇതേപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റിൽ വരിക. ഞാനിപ്പോൾ ഒരു സി എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഇവിടെ വന്നിട്ട് ടൈപ്പ് ഐക്കോൺസ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ടെക്സ്റ്റിൻ്റെ പേര് വരുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ സെൻറ്ററിലായിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള ലൈൻസൊക്കെ ചെയ്ത് കൊടുക്കുക, സെൻറ്ററിലേക്ക് ആക്കുക. അതുപോലെ തന്നെ നമ്മൾ അതിന് സൈസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യുക. ദെൻ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക. ഈ ഒരു കളറിൽ കാര്യമില്ല, ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കളർ ആൻഡ് ഫില്ലിൽ വരിക. ഇവിടെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആക്കുക, അതിൻ്റെ കളർ വന്ന്. അതാണ് ഞാൻ ഫസ്റ്റ് കളറിൽ കാര്യമില്ല എന്ന് പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ബോർഡർ ആൻഡ് ഷാഡോയിൽ വന്നിട്ട് സ്ട്രോക്ക് എനേബിൾ ചെയ്യുക. സ്ട്രോക്കിൻ്റെ കളർ ഒന്ന് വൈറ്റ് ആക്കി കൊടുക്കുക. ദെൻ സ്ട്രോക്കിൻ്റെ സൈസ് വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കൊടുക്കുക. നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും എത്ര അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുള്ളത്. ഞാനിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ 6 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളും, ക്ലിപ്പിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യുക. എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ടെക്സ്റ്റിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പം ഡിഫോൾട്ടായിട്ടുള്ള 2 സെക്കൻഡ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റൊട്ടേഷനിലേക്ക് വരിക. അതായത് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ റൊട്ടേഷനിലേക്ക് വന്ന ശേഷം ഇതേപോലെ 2 കീ ഫ്രെയിംസിൻ്റെ ആവശ്യമുണ്ട്. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ കുറച്ച് റൊട്ടേഷൻ കൊടുക്കാണ്ട് ഒരു 30-40 റേഞ്ചിൽ കൊടുക്കുക. ദെൻ ഇതേപോലെ ഫസ്റ്റിലും എൻഡിലും ആയിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഒരു കർവ്, ഈ ഒരു കർവ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു കർവ് നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് ചെറിയ റൊട്ടേഷൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്കെയിൽ ടൂളിലേക്ക് വരാം. നേരത്തെ ചെയ്ത പോലെ ഫസ്റ്റിലും എൻഡിലും ഓരോ കീ ഫ്രെയിംസ് വെച്ച് ആഡ് ചെയ്യുക. ഫസ്റ്റ് പറഞ്ഞാൽ കുറച്ചൊന്ന് സൂം ഔട്ടായി വരുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നന്നായി സൂം ചെയ്ത് കൊടുക്കുക. ദെൻ ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അധികം ബോറാവാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എത്രയാണോ സൈസ് വേണ്ടതെന്നുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു സൈസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതേപോലെ എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിതാ ഈ ഒരു കർവാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഈ ഒരു കർവ് നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ബേസിക് ആയിട്ട് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു അനിമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, അതായത് ഒരു റൊട്ടേഷനും ഒരു സൂമും. ഇനിയാണ് നമുക്കിതിലേക്ക് ബാക്കി അനിമേഷൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സ്, ആഡ് എഫക്ട്സ്, ഡ്രോയിങ് ആൻഡ് എഡ്ജസിൽ ഡ്രോയിങ് പ്രോഗ്രസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട്, അതായത് എൻഡ് ഓപ്ഷൻ ഉണ്ടാവും, അതിൽ പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഫസ്റ്റ് മുതലേ കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് മാറിയിട്ട് ഒരു കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ ഇവിടെ പറഞ്ഞാൽ എൻഡിൽ എത്തണ്ട, എൻഡിൽ മുമ്പേ ഒരു കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് 0 ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 0 സെറ്റ് ചെയ്യുക. ദെൻ പറഞ്ഞാൽ ഈ ഒരു കീ ഫ്രെയിം, ഈ ഡ്രോയിങ് പ്രോസസ്സിൽ നമ്മൾ എൻഡിൽ കൊടുക്കുന്ന കീ ഫ്രെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുക. 2 കീ ഫ്രെയിംസ് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നായിരിക്കും ആ ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് വരിക. ഓക്കെ, ഈ ഒരു രീതിക്കായിരിക്കും ആ ഒരു പ്രോഗ്രസ് വരിക. ഇതിപ്പം ടൈം നമ്മൾ 2 സെക്കൻഡ് എടുത്തുകൊണ്ടാണ് അത്രയും ഫാസ്റ്റിൽ അത് വരുന്നത്. നമ്മൾ ഇതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടുന്നതിനനുസരിച്ച് അത് കുറയും. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മുടെ ആ ഒരു ഫ്രെയിമിൻ്റെ ഇത് വന്ന് ഡ്യൂറേഷൻ വന്ന് ഞാനിപ്പോൾ ഒരു 6 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിക്ക് കറക്റ്റായിട്ട് സ്ലോ ആയിട്ട് ഇതേപോലെ ഡ്രോ ആയിട്ട് നമുക്ക് കിട്ടും. ഇതാണ് നമ്മൾ ആ ഒരു ഡ്രോയിങ് പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എത്ര സെക്കൻഡാണോ ആ ഒരു കീ ഫ്രെയിംസിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് അത് മാറും. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അതേപോലെ ഫസ്റ്റ് ആഡ് ചെയ്ത സൂമിൻ്റെതായാലും അതേപോലെ റൊട്ടേഷൻ്റെ ആയാലും ഏറ്റവും എൻഡിലും ഫസ്റ്റിലുമായിട്ട് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഡ്രോയിങ് പ്രോസസ്സ് പറഞ്ഞാൽ ഫസ്റ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെറ്റ് ചെയ്യുക. അതായത് ഈ റൊട്ടേഷൻ വരുമ്പോൾ തന്നെ ഇതേപോലെ ഡ്രോ ആയിട്ട് വരും. പിന്നെ അധികം എൻഡിലേക്ക് പോകേണ്ട, കുറച്ച് മുമ്പിലായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് കർവും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക. ഇനി നമുക്കിവിടെ ഫ്രാക്ചറൽ റിഡ്ജസ് എന്ന് പറഞ്ഞ എഫക്റ്റ് ഉണ്ട്, അത് വന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വന്ന് നമ്മൾ 2 കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിവിടെ 0 ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഡിഫോൾട്ടായിട്ട് ഉണ്ടാവും. അത് നമ്മൾ കുറച്ച് കൊടുക്കുക, ഒരു -1 സെറ്റ് ചെയ്തിട്ട് ആ ഒരു കീ ഫ്രെയിം ഇതേപോലെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ നമുക്കിവിടെ 0 തന്നെ ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, ഒരു 2 ആ റേഞ്ചിലേക്ക് സെറ്റ് ചെയ്യുക. 2.70 ആ റേഞ്ചിലേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് എൻഡിലായി സെറ്റ് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അഗെയിൻ ആഡ് എഫക്ട്സിൽ വന്നിട്ട് കളർ ആൻഡ് ലൈറ്റിൽ സ്പെക്ട്രൽ മാപ്പ് കൊടുക്കുക.
ഓക്കെ, സ്പെക്ട്രൽ മാപ്പിലും വന്ന് നമ്മൾ കീ ഫ്രെയിംസ് ആഡ് ചെയ്യണം. ഫേസിലാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിൽ ഒരു കീ ഫ്രെയിം, ഇതേപോലെ 2 കീ ഫ്രെയിംസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലെ കീ ഫ്രെയിമിൽ നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട, അത് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്തിട്ട് എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മൂവ്മെൻറ്റ്, ആ ഒരു കളറിൻ്റെ മൂവ്മെൻറ്റ് എത്രയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 6ന് മുകളിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാ ഈ ഒരു റേഞ്ചിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഒരു കീ ഫ്രെയിം എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് പറഞ്ഞാൽ ഇതാ ഈ ഒരു രീതിക്ക് ആ ഒരു റെയിൻബോ ഗ്ലോ എഫക്റ്റും അതേപോലെ തന്നെ ആ ഒരു ഡ്രോയിങ് എഫക്റ്റും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലോഗോക്കും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുക. അതായത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഇനി വേറെ ആനിമേഷൻ ഉപയോഗിക്കുക. അതായത് ഫസ്റ്റ് ഈ ഒരു ഡ്രോയിങ് പ്രോസസ്സ് വന്നിട്ട് പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ സൈഡിലേക്ക് പോയിട്ട് നിങ്ങളെ പേര് എഴുതി വരുന്ന രീതിക്കും അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസിലേക്കാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.